ഇപ്പോൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ഹൈലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കവർ ഫോട്ടോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഹൈലൈറ്റ്സിൻ്റെ കവർ ഫോട്ടോ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേര് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ എത്തുന്നതായിരിക്കും. ഇവിടെ താഴെ നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റും. അപ്പം ഇതിൽ ഏത് ഹൈലൈറ്റ്സിൻ്റെ കവർ ഫോട്ടോ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ഹൈലൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കവർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് കവർ ഫോട്ടോ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പം ഈ ഒരു ഹൈലൈറ്റ്സിലുള്ള ഏതെങ്കിലും ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് യൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു കവർ ഫോട്ടോ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇനി അതല്ല ഗാലറിയിലുള്ള വേറൊരു ഫോട്ടോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാമറ ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് യൂസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ആ ഒരു കവർ ഫോട്ടോ ആയിരിക്കും പിന്നീട് ഉണ്ടാവുക. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അടിയിൽ സേവ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈലൈറ്റിൻ്റെ കവർ ഫോട്ടോ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു കവർ ഫോട്ടോ ചേഞ്ച് ആയത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ ഹൈലൈറ്റ്സിൻ്റെ കവർ ഫോട്ടോ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.